ഹായ് മക്കളെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, അതിനെക്കുറിച്ചാണ് ഇന്ന് ടീച്ചറമ്മ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ സ്ലീപ്പറിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ബാക്കിയുള്ളവരൊന്നും ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ട്രെയിനിലിരിക്കുമ്പോൾ ബാക്കിൽ ഭയങ്കര ഒരു ബഹളം കേട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വയസ്സായ ഒരു മനുഷ്യൻ ആരോടോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. പുള്ളി ഇങ്ങനെ കയറി വന്നിട്ട് പുള്ളിയുടെ സീറ്റ് നമ്പർ ചെക്ക് ചെയ്തപ്പോൾ സീറ്റ് നമ്പർ പിന്നെ 93. അപ്പോൾ അവിടെ ഒരു ലേഡി ഇരിക്കുകയാണ്. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എഴുന്നേക്ക് എഴുന്നേക്ക് എൻ്റെ സീറ്റിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു അലർച്ച. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ പുള്ളി അവരോട് പറയാണ്, പിന്നെ മാറ്, എഴുന്നേറ്റ് മാറ്, എഴുന്നേറ്റ് മാറ്. അപ്പോൾ അവർ മാറുന്നില്ല. അപ്പോൾ ഉടനെ ഇപ്പം കാണിച്ചു തരാം. പുള്ളി ഫോൺ എടുക്കുന്നു, ഏതൊക്കെ നമ്പർ ഡയൽ ചെയ്യുന്നു. മാറ്, എഴുന്നേറ്റ് മാറ്, എൻ്റെ സീറ്റിൽ കയറി ഇരിക്കാൻ ആര് പറഞ്ഞു, ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ പുള്ളി കിടന്നങ്ങ് ഭയങ്കര ഷൗട്ട് ചെയ്യും. ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഒരു സ്ത്രീയോട് കിടന്ന് ബഹളം വെക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ബാക്കിലിരുന്ന് ആരോ ചോദിച്ചു, സാറിൻ്റെ സീറ്റ് എത്ര? സീറ്റ് നമ്പർ 93. സീറ്റ് നമ്പർ 93 ദേ അതാന്ന് പറഞ്ഞു. പുള്ളി ശരിക്കും ചമ്മിപ്പോയി. പുള്ളിയുടെ സീറ്റ് അവിടെ കാലിയായിട്ട് കിടക്കണം. വേറൊരാളുടെ അടുത്ത് വന്ന് ഒരു കാര്യമില്ലാതെ ഷൗട്ട് ചെയ്യുക. അപ്പം ഞാനിത് കണ്ടപ്പം ഞാൻ ഓർത്തു, മക്കളെ, നമ്മുടെ പെരുമാറ്റം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്കൊന്ന് പൊളൈറ്റായിട്ട് ഒരാളോടൊന്ന് ബിഹേവ് ചെയ്തൂടെ? നമ്മൾ സംസാരിക്കുന്ന സംസാര രീതി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കാം. ഒന്ന്, ഒരു മനുഷ്യനെ തീരെ വിലയില്ലാതെ വളരെ പുച്ഛത്തോടെ കാണാം. അതല്ല, ആ വ്യക്തിക്കൊരു വാല്യൂ ആൻഡ് റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമുക്ക് പെരുമാറാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ആ വ്യക്തിയെക്കുറിച്ച് പോയ ഒരു ഒരു ചിത്രമുണ്ട്. എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? അപ്പോൾ നമ്മുടെ പെരുമാറ്റം എല്ലാ മനുഷ്യരോടും നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുക. ഒരാളുടെ പൈസയുടെ അളവോ അല്ലെങ്കിൽ അയാളുടെ മറ്റു കാര്യങ്ങളോ നോക്കിയിട്ടല്ല ഒരാളെ നമ്മൾ വാല്യൂ കൊടുക്കേണ്ട, ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട. റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീങ്. ഓരോ മനുഷ്യരെയും റെസ്പെക്റ്റ് ചെയ്യുക. ഓരോ മനുഷ്യർക്കും വാല്യൂ ഉണ്ട്. ഓരോരുത്തരുടെയും ഉള്ളിലെ ഈശ്വരനെ കാണാൻ ശ്രമിക്കുക. എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക. അപ്പോൾ ഇതാണ് ടീച്ചർ അമ്മയ്ക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബ്ലെസ്സിങ്സ്.